any of this. എത്രത്തോളം നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അയിമ്മത്ത് പഠിപ്പിച്ചിരുന്നത്, ഒരു സയ്യിദ് മുബ്തദിയായി പോയി, അഊദു ബില്ലാഹ്, അല്ലാഹു തആല കാക്കട്ടെ, അങ്ങനെ മുബ്തദി ആയിപ്പോയി, തെറ്റിദ്ധരിച്ച് അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരാമർശിക്കുമ്പോൾ വ്യക്തിപരമായ ബഹുമാനവും അദ്ദേഹത്തിന് അഹ്ലു ബൈത്ത് എന്ന സ്ഥാനവും വകവെച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലുള്ള വൈകല്യത്തെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ പാടില്ല, അയാളെ പിന്തുടർന്ന് ജീവിക്കാൻ പാടില്ല. അതിന്റെ സ്ഥാനം പറയുന്നത് വിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഹുക്കുമുകൾ ദുർബലമാക്കപ്പെട്ട ചില ആയത്തുകളുണ്ട്, അതിന് മൻസൂഖായ ആയത്ത് എന്നാ പറയാം. മൻസൂഖായ ആയത്തും തൊടണമെങ്കിൽ വളു വേണം. ജനാബത്തുള്ളവൻ ഓതാൻ പാടില്ല. ഇങ്ങനെയുള്ള ബഹുമാനങ്ങൾ, ഖുർആൻ എന്ന നിലക്കുള്ള ബഹുമാനമൊക്കെ ഏതിനുണ്ട്? മൻസൂഖായ ആയത്തിനുണ്ട്. പക്ഷെ മൻസൂഖായ ആയത്തിനൊരു പ്രത്യേകത ഉണ്ട്, അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റൂല, അതിന്റെ ഹുക്കുമ് ദുർബലമായിരുന്നു. അപ്പോൾ ഒരു തങ്ങൾ പാപ്പ അബദ്ധവശാൽ എങ്ങനെയോ തെറ്റിദ്ധരിച്ച് വിദേഹത്തുകാരുടെ കൂട്ടത്തിൽ കൂടിപ്പോയി എന്ന് വെക്കുക, വളരെ അപൂർവേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടിപ്പോയി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിൻപറ്റാൻ പാടില്ല. അയാൾ മുബ്തദിയാണ്. അപ്പോ തങ്ങളല്ലേ, തങ്ങൾ ഇമാമല്ലേ, ഇമാമിനോടല്ലേ പിൻപറ്റേണ്ടത് എന്നവർക്ക് അയാളെ പിൻപറ്റാൻ പറ്റില്ല. കാരണം അത് മൻസൂഖായത്ത് പോലെ. മുബ്തദി ആയാൽ പോലും അവരെ ബഹുമാനപൂർവമല്ലാതെ സംബോധനം ചെയ്യാൻ പാടില്ല. അറിയില്ല, ഞാൻ ജുസിയാത്തിലേക്ക് ഇറങ്ങിയാൽ അത് പിന്നെ നേരെ ഓൺലൈൻ പോകാത്തതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട്. ഒരു വേണ്ടാത്ത ഒഴിവാക്കും. നമ്മളെ പരപ്പനങ്ങാടി വാപ്പുസ്താദ് എത്ര വലിയ മഹാനായിരുന്നു. വാപ്പുസ്താദ് ഈ ഐദീദ് തങ്ങൾ അവിടെ തിരുവങ്ങാടി കോളേജിൽ ലെക്ചററോ പ്രൊഫസറോ ഒക്കെ ആയിരുന്നു ഇയാള്. ഇടക്ക് വാപ്പുസ്താദുമായിട്ട് സംസാരിക്കും. എന്നാൽ ഇയാൾ എത്ര പരുഷമായി സംസാരിച്ചാലും, എത്ര ശബ്ദം ഉയർത്തി സംസാരിച്ചാലും വാപ്പുസ്താദ് മോനെ എന്ന് വിളിച്ചിട്ടല്ലാതെ സംബോധന ചെയ്യാറില്ലായിരുന്നു. ശബ്ദം താഴ്ത്തിയെ സംസാരിക്കുമായിരുന്നു. ഐദീദ് തങ്ങള് മുജാഹിദിന്റെ പ്രഭാഷകനാണ്. പണ്ടോ നിനക്കറിയില്ല, നമ്മളതിൻ്റെ വേക്കിൽ പോലില്ല. ഏതായാലും ആട്ടെ, എന്നിട്ട് അയാൾ മുജാഹിദിന്റെ പ്രഭാഷകനായിട്ട് നടന്നിട്ട്, പക്ഷെ അയാൾക്ക് വേറൊന്നുണ്ട്. ഇനി മമ്പുറത്ത് ആഴ്ചയിൽ ഒരു വിദ്യാർത്ഥി എന്തായാലും പോകും. അതുപോലെ മൂന്നിയൂർ അപരപ്പാപ്പമാര്, വൈദ്യുതങ്കന്മാരപ്പാപ്പമാരെ മഹാമുള്ളത്, അവിടെ ജിയാർത്തിന് പോകും. ജാറം കിട്ടി. ഒരിക്കൽ അവിടെ നിന്ന് പ്രസംഗിച്ചപ്പം ഈ ജാറങ്ങളാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം, ഇത് പൊളിച്ചു കളഞ്ഞെങ്കിലേ ഈ നാട്ടിൽ തൗഹീദിന്റെ വെളിച്ചം കാണുമെന്ന് പ്രസംഗിച്ചു. നാട്ടിൽ നിന്നേ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞാകുട്ടിയാക്കണ്ടേ. ഇനി പണ്ട് NDPക്ക് വേണ്ടിയിട്ടൊക്കെ മത്സരിച്ച് ഇവർ ചങ്ങായിമാർ, അവരെ പ്രായക്കാരാണ്. അടുത്ത് ചെന്ന് പ്രസംഗം കഴിഞ്ഞ ഇയാൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണോർത്ത് ഇയാളും ചെന്ന് ചങ്ങായിമാരാണ്. തങ്ങൾ പാപ്പങ്ങൾ അങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ആ പള്ളിപ്പറമ്പിൽ നിൽക്കണ ആ കെട്ടിടം നിങ്ങളപ്പാപ്പന്മാരെ ജാറങ്ങളാ. ഓരോട് ആദ്യം നിങ്ങൾ എടുത്താൽ മതി, ബാക്കി കുഞ്ഞാമുട്ടി എടുക്കുന്നറിഞ്ഞു. അടുത്ത് മുണ്ടിലെ കാറ് കയറിയാണ് പോയി. സ്വന്തം പാപ്പമാരുടെ ജാറം കെട്ടി അവിടെ ആഴ്ചയിൽ സിയാറത്തിന് വരും. മമ്പുറത്ത് തങ്ങൾ പാപ്പാന് സിയാറത്തിന് വരും. ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ ഉപ്പാപ്പല്ലേ എന്ന്. ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ ഉപ്പാപ്പല്ലേ എന്ന്. അപ്പൊ അത് ഉള്ളിൽ ഈ മുജാഹിദ് എല്ലാന്ന് എനിക്ക് മനസ്സിലാണ്. അതുകൊണ്ടാണ്, കാരണം തങ്ങളല്ലേ. ഏതായാലും അതല്ല എൻ്റെ വിഷയം. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സുന്നത്ത് ജമാഅത്തിനെ എതിർത്ത് പറഞ്ഞ് സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായ ബാപ്പുസ്താദ് കുട്ടിയെ വിളിക്കുള്ളൂ, ഇനി അതിന്റെ ശബ്ദം താഴ്ത്തിയേ സംസാരിക്കുള്ളൂ. അത് ഈ മൻസൂഖായത്തിന് നോക്കുമ്പോൾ പറഞ്ഞതാ. തൊട്ടണമെങ്കിൽ ഉളു വേണം, അതുപോലെ തന്നെ ഓതണമെങ്കിൽ വലിയ ശുദ്ധിന്ന് ശുദ്ധിയാവണം. ഈ ഒരു ബഹുമാനം ഖുർആന്റെ ആയത്താണെന്നുള്ളൊരു ബഹുമാനം കൊടുക്കല്ലാതെ ഹുക്കുമില്ല.